കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് ഒരുപാട് പേഷ്യൻസ് നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നതാണ്. അതായത് പ്രഗ്നൻസി ആകാതിരിക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്. അതിന് പല മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സേഫ്റ്റി പീരീഡ് നോക്കുക എന്ന് പറയും. അതായത് റെഗുലർ സൈക്കിൾസ് ആണെങ്കിൽ നമുക്ക് ആ ഓവുലേഷൻ്റെ ടൈമിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം പീരീഡ്സ് ഒരുപാട് പേർക്കും കൃത്യസമയത്ത് വരണം എന്നില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാരിയർ മെത്തേഡ്, കോണ്ടം യൂസ് ചെയ്യുക എന്നുള്ളത്. അവിടെയും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് റപ്ചറായി പോവാം, പ്രഗ്നൻസി ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കോണ്ടത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു മെത്തേഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ്. അത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അടങ്ങിയിട്ടുള്ള ഹോർമോൺ കോമ്പിനേഷനാണ്. 21 ദിവസം റെഗുലറായിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും കഴിക്കേണ്ട ടാബ്ലറ്റാണത്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് റെഗുലറായിട്ട് എടുക്കണം, ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇത് എടുക്കണം. ഒരെണ്ണം മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ബാക്കപ്പ് മെത്തേഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിറ്റേ ദിവസം ചിലപ്പോൾ രണ്ട് ടാബ്ലറ്റ് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിനോടനുബന്ധിച്ച് ലോങ് ടേം ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഇഫക്ട്സ് ധാരാളമാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെയുള്ളത് ഇഞ്ചെക്ഷൻസ് ആണ്. 3 മാസം കൂടുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതും ഹോർമോൺ ഇഞ്ചെക്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇഞ്ചെക്ഷൻ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം നമ്മൾ എടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പ്രഗ്നൻസി വേണം എന്ന് തോന്നുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ബാക്ക് ടു നമ്മുടെ ആ ഫെർട്ടിലിറ്റിയിലേക്ക് വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. അതായത് ഇപ്പോൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 to 4, 5 months, ചിലപ്പോൾ 6 months വരെ എടുക്കും പീരീഡ്സ് തിരിച്ച് കിട്ടാനായിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എമർജൻസി കോൺട്രാസെപ്ഷൻ. അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടായി, അപ്പോൾ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ വിത്തിൻ 72 hours, അതായത് 3 ദിവസത്തിനോടകം നമുക്ക് എടുക്കാൻ പറ്റുന്ന സിംഗിൾ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിനും ഈ പറയുന്ന ചിലപ്പോൾ ഫെയിലിയർ റേറ്റ്സ് ഉണ്ടാവാം. 100% ഇഫക്റ്റീവ് അല്ല ഈ പറയുന്ന എമർജൻസി കോൺട്രാസെപ്ഷൻ ആണെങ്കിലും. പിന്നെ ഉള്ളൊരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, സേഫസ്റ്റ് എന്ന് പറഞ്ഞാലും എല്ലാ മെത്തേഡ്സിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സും അതുപോലെ തന്നെ ഫെയിലിയർ റേറ്റും ഉണ്ട്. ഒന്നും 100% ഇഫക്റ്റീവ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് കോപ്പർട്ടി എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചാണ്. കോപ്പർട്ടി നമുക്കൊരു 3 years മുതൽ 10 years വരെ വളരെ സേഫായിട്ട് യാതൊരു പ്രശ്നവും കൂടാതെ നമുക്ക് യൂട്രസിനകത്ത് ഇടാൻ പറ്റുന്നൊരു ഡിവൈസാണ്. പക്ഷേ ഇതിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സുകളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ചിലപ്പം ബ്ലീഡിങ് കൂടുതലായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് വരാം. 2 ആർത്തവത്തിൻ്റെ ഇടയിൽ ചിലപ്പം ഇൻ്റർമെൻസ്ട്രുവൽ സ്പോട്ടിങ് പോലെ കാണാം. കോപ്പർട്ടി ഇരുന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാം. ചിലപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി വരാം. ഇങ്ങനത്തെ ചില കോംപ്ലിക്കേഷൻസ് അതിനുണ്ട്. പക്ഷെ വളരെ റെയറായിട്ടേ നമ്മളത് കാണാറുള്ളൂ. ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഒരു 85-90% ആൾക്കാരും 10 years വരെയും ഈ കോപ്പർട്ടി ഉള്ളിലിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ്സ് ആണ്. അതായത് നമ്മൾ 2 പ്രസവം കഴിഞ്ഞതിനോടൊപ്പം തന്നെ നമുക്ക് നിർത്താനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് PPS എന്ന്, വജൈനൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് PPS, പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് നമ്മൾ പറയും. നമ്മളത് ട്യൂബ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. സിസേറിയനോടൊപ്പവും നമുക്ക് പ്രസവം നിർത്താനായിട്ട് സാധിക്കും. ഇനി അത് ആ സമയത്ത് നമ്മളത് ചെയ്തില്ല എങ്കിൽ ഒരു 1.5 മാസമോ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. അത് ലാപ്പ് വഴി, കീഹോൾ വഴി ചെയ്യാം. അല്ലെങ്കിൽ മിനി ലാപ്പ്, ഇച്ചിരി ഒരു സാധാരണ കുറച്ചൊരു വലിയ ഇൻസെഷൻ ഇട്ടിട്ടും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ലാപ്പ് വഴി ചെയ്യുന്നത് നമ്മൾ ട്യൂബ് കട്ട് ചെയ്ത് മാറ്റുമല്ല, ഒരു റിങ് അതിനകത്തേക്ക്, ട്യൂബിനകത്തേക്ക് 2 സൈഡിലെയും ട്യൂബിനകത്തേക്ക് ഓരോ റിങ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പലതരം കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഫെയിലിയർ റേറ്റ്സ് ഉണ്ട്. ഒരു മെത്തേഡും 100% ഇഫക്റ്റീവ്, ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഞാനത് പറഞ്ഞു, ഒരു മെത്തേഡും 100% ഇഫക്റ്റീവ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.